നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി തലയെടുപ്പോടെ നിന്ന CPM-ന് കണ്ണൂരിൽ ഉൾപ്പെടെ മാരക പ്രഹരം. 9 വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും 25 വർഷത്തിലേറെയായി ജില്ലാ കമ്മിറ്റി അംഗവുമായി TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ സംസ്ഥാന പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് എതിരെ മത്സരിക്കുന്നു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടാണ് കഠിന നീക്കം. പാർട്ടിയുടെ മറ്റൊരു കോട്ടയായ ആലപ്പുഴയിൽ G സുധാകരൻ ഉയർത്തിയ പ്രതിരോധത്തിന് പിന്നാലെയാണിത്. CPM-ൽ നിന്നും രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച മുതിർന്ന നേതാവ് TK ഗോവിന്ദനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ബുധനാഴ്ച ചേരുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് വിവരം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദൻ മാസ്റ്ററെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്വത്തിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയേക്കും. കണ്ണൂരിൽ വേറെയും പ്രതിരോധം നിലനിൽക്കുകയാണിത്. UDF പിന്തുണച്ചാൽ സ്വീകരിക്കുമെന്ന് TK ഗോവിന്ദൻ തുറന്നു പറഞ്ഞു. അമ്പലപ്പുഴയ്ക്കൊപ്പം കണ്ണൂരിലും CPM-ന് കടുത്ത വെല്ലുവിളി ഉയരുകയാണ്. 3 തവണ തളിപ്പറമ്പിൽ MLA ആയിരുന്ന MV ഗോവിന്ദൻ 4ാം തവണ സീറ്റ് ഭാര്യയ്ക്ക് നൽകിയതാണ് തളിപ്പറമ്പിൽ പ്രകോപനമായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതെല്ലാം എങ്ങനെ അംഗീകരിച്ചു കൊടുക്കുന്നുവെന്ന വിമർശനവും അതീവ ശക്തമാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ശക്തമായ എതിർപ്പ് ഉയർന്നിരുന്നു. ജില്ലാ കമ്മിറ്റി യോഗത്തിലും മണ്ഡലം കമ്മിറ്റിയിലും 3 പേർ ഒഴികെ ബാക്കി എല്ലാവരും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. യോഗത്തിൽ MV ഗോവിന്ദൻ സന്നിധനായിരുന്നു. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് അദ്ദേഹത്തോട് നേരിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ ശ്യാമളയ്ക്ക് പകരം ജില്ലാ സെക്രട്ടേറിയറ്റ് പരിഗണിച്ച N സുകന്യ ഉൾപ്പെടെ ആരുടെയും പേര് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അയച്ചില്ല. ഒടുവിൽ ശ്യാമളയുടെ പേര് മാത്രം മേൽ കമ്മിറ്റിക്ക് കൈമാറിയതോടെ അത് അംഗീകരിച്ചെന്ന് TK ഗോവിന്ദൻ വെളിപ്പെടുത്തി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അഴിമതിയും സ്വജനപക്ഷപാതവും കാട്ടുകയാണെന്ന് തുറന്നടിച്ചു. അപ്രതീക്ഷിത ചുഴിയിൽപ്പെട്ട് വട്ടം കറങ്ങുന്ന അവസ്ഥയിലായി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. 3 മുന്നണികളും അതിൻ്റെ ആന്തോളനമുണ്ട്. തളിപ്പറമ്പിൽ TK ഗോവിന്ദനും പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും അമ്പലപ്പുഴയിൽ G സുധാകരനും CPM നേതൃത്വത്തിനെതിരെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ ആഘാതം ആ മണ്ഡലങ്ങളിൽ ഒതുങ്ങില്ല. TK ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിക്ക് നൽകി രാജിക്കത്ത് പരിഗണിച്ചും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയ പാർട്ടി വിരുദ്ധ വാർത്താ സമ്മേളനവും ചാനൽ ചർച്ചകളും ഗുരുതരമായ വീഴ്ചയാണെന്നാണ് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ തുറന്ന പറച്ചിലുകൾ പാർട്ടി അണികളിലും പ്രവർത്തകരിലും ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയം, ആന്തൂർ സാജന്റെ മരണത്തിൽ പാർട്ടി സ്വീകരിച്ച നിലപാടുകൾ, തളിപ്പറമ്പിലെ ഹാപ്പിനെസ് ഫെസ്റ്റ് നടത്തിപ്പ്, MLA ഫണ്ട് വിനിയോഗം എന്നിവ സംബന്ധിച്ചും വിശദമായ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കും. ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തതിന് ശേഷം കരട് അംഗീകരിച്ചു കഴിഞ്ഞാലാണ് കീഴ്ഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. പാർട്ടി കോട്ടയായ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത് നേതൃത്വത്തിന് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MB ജയരാജൻ, P ജയരാജൻ എന്നിവർക്കാണ് മണ്ഡലത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത്. പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചറും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. പാർട്ടി കുടുംബങ്ങളുടെയും അനുഭാവികളുടെയും വോട്ട് ചോരാതിരിക്കാൻ ഗൃഹസമ്പർക്ക സ്ക്വാഡ് പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഇതിനിടെ CPM-ൽ നിന്നും കളം മാറിയ TK ഗോവിന്ദൻ മാസ്റ്റർക്ക് പിന്തുണ നൽകുന്നതിൽ തളിപ്പറമ്പ് കോൺഗ്രസിൽ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. മണ്ഡല കമ്മിറ്റി ഭാരവാഹികൾ രാജിക്ക് ഒരുങ്ങുന്നതായാണ് വിവരം. മയ്യിൽ, കുറ്റിയാട്ടൂർ, കൊളച്ചേരി, ചേലേരി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളാണ് രാജിക്കൊരുങ്ങുന്നത്. TK ഗോവിന്ദന്റെ ജന്മനാടായ മലപ്പട്ടത്ത് അദ്ദേഹത്തിനെതിരെ പ്രകടനവും നടന്നു. CPI ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള TK ഗോവിന്ദന്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നാണ് സൂചന. ഇദ്ദേഹത്തിന് പിന്തുണ നൽകാനുള്ള തീരുമാനം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെയും KPCCയുടേതുമാണ്. ഇതിനുള്ള ഗൂഢാലോചനകൾ ഡൽഹിയിലാണ് നടന്നത്. CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് TK ഗോവിന്ദൻ പാർട്ടി വിട്ടത്. 3 തവണ MLA ആയതിനു ശേഷം 4ാം തവണ ആ കസേരയിൽ ഭാര്യയെ ഇരുത്തുന്നത് ശരിയല്ല. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ പിന്നിൽ അഴിമതി നടത്താനാണെന്നും TK ഗോവിന്ദൻ ആരോപിച്ചു. ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും UDF പിന്തുണ തന്നാൽ സ്വീകരിക്കുമെന്നും TK ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചിരുന്നു. PK ശ്യാമളയ്ക്കെതിരെ ആന്തൂരിലെ വ്യവസായി സാജന്റെ ആത്മഹത്യ വിഷയം TK ഗോവിന്ദൻ ഉയർത്തി.
താൻ നഗരസഭാ ചെയർപേഴ്സന്റെ കസാരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അനുമതി കൊടുക്കില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് സാജൻ ആത്മഹത്യ ചെയ്തതെന്നും ആത്മഹത്യയ്ക്ക് ശേഷം PK ശ്യാമളയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടായെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ ജനവികാരം തണുപ്പിക്കാൻ നടന്ന പൊതുയോഗം നടത്തിയ P ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ MV ഗോവിന്ദന്റെ കണ്ണിൽ കരടായെന്നും താൻ അടക്കമുള്ളവർ പാർട്ടിയിൽ ഒതുക്കലിന് വിധേയരായെന്നും TK ഗോവിന്ദൻ മാസ്റ്റർ തുറന്നടിച്ചിരുന്നു. CPM വിട്ടുവരുന്നവർക്ക് മണ്ഡലങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് ആവേശം പകരുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥി മോഹികൾ അസംതൃപ്തരാവുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. അമ്പലപ്പുഴയിൽ G സുധാകരനെ പിന്തുണച്ചതിന്റെ പേരിൽ KPCC ജനറൽ സെക്രട്ടറി രാജിവെച്ചു. ഐഷ പോറ്റിയും PK ശശിയും ഒക്കെ CPM വിട്ടുവരുമ്പോൾ മൂവർണ്ണക്കൊടി ചുമലിലേറ്റിയ ചിലർ തഴയപ്പെടുന്നു. കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാവാൻ നിൽക്കുന്ന മുൻ KPCC അധ്യക്ഷൻ K സുധാകരനെ എങ്ങനെ മെരുക്കുമെന്ന് കണ്ടറിയണം. UDFിന്റെ ആവേശം ചോർന്നു പോകുന്ന പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നടക്കേണ്ടിയിരുന്ന സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നതുപോലും പടല പിണക്കം കാരണമാണ്. BJP 47 അംഗ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം 10-ൽ താഴെയായി. തൃപ്പൂണിത്തറ, കൊടുങ്ങല്ലൂർ, കായംകുളം തുടങ്ങിയ മണ്ഡലങ്ങളിൽ തർക്കം ബാക്കിയാണ്. BDJSുമായുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ശേഷം മാത്രമേ NDAയുടെ പ്രാതിനിധ്യം സ്വഭാവം വെളിവാകൂ. അതായത് ഏത് മുന്നണി എടുത്തു കഴിഞ്ഞാലും പലതരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. CPMനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും പലതരത്തിലുള്ള പാർട്ടിക്കുള്ളിലെ ഉൾപ്പോര് തുടരുകയാണ്.